ഹലോ സ്റ്റുഡൻസ്, നമ്മൾ മൊഡ്യൂൾ 3 കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് നമ്മൾ ടോർഷൻ ഇക്വേഷനൊക്കെ ഡിറൈവ് ചെയ്തായിരുന്നു. അപ്പോൾ ടോർഷൻ ഇക്വേഷൻ നമ്മൾക്ക് എല്ലാവരും പഠിച്ചതാണ്. ടോർഷൻ ഇക്വേഷൻ ടി ബൈ ജെ ഇസിക്കൽ ടു ടോ ബൈ ആർ ഇസിക്കൽ ടു ജി തീറ്റ ബൈ എൽ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. അപ്പോൾ ഇനി നമുക്കിനി അടുത്തത് സ്ട്രെങ്ത് ഓഫ് എ ഷാഫ്റ്റ്. അപ്പോൾ ഷാഫ്റ്റിനകത്താണ് ടോർഷൻ ഉണ്ടാകുന്നത്. അത് നമുക്കറിയാം. ഷാഫ്റ്റ് തിരിയുമ്പോഴാണ്, ഷാഫ്റ്റ് ട്വിസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ടോർഷൻ നടക്കുന്നത്, ടോർക്ക് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി സ്ട്രെങ്ത് ഓഫ് എ ഷാഫ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നതാണ്. അത് ഉദ്ദേശിക്കുന്നത് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ്. അതിനാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. The term strength of a shaft means the maximum torque transmitted by the shaft. അപ്പോൾ ഒരു ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മാക്സിമം ടോർക്ക്, അതിനെയാണ് ഒരു സ്ട്രെങ്ത് ഓഫ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്ട്രെങ്ത് ഓഫ് എ സോളിഡ് ഷാഫ്റ്റ്. ഒരു സോളിഡ് ഷാഫ്റ്റിൻ്റെ, സോളിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉള്ളിൽ എന്താണ് ഹോളൊന്നുമില്ലാത്ത ഷാഫ്റ്റ്. സോളിഡ് ഷാഫ്റ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ടോർക്ക് ഓഫ് സോളിഡ് ഷാഫ്റ്റ് എന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ടോർഷൻ ഇക്വേഷനിൽ നിന്ന് ഈ രണ്ട് പാർട്സ് മാത്രം എടുക്കുക. ടി ബൈ ജെ ഇസിക്കൽ ടു ടോ ബൈ ആർ എടുക്കുക. അത് ടി ഇസിക്കൽ ടോ ബൈ ആർ ഇൻറ്റു ജെ. ജെ എന്ന് പറയുന്നത് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ അത് ജെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ജെ എന്ന് പറയുന്നത് പൈ ഡി റൈസ് ടു 4/32 ആണ് ഒരു സർക്കുലർ ഷാഫ്റ്റിൻ്റെ. നമ്മളൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നതൊക്കെ ഷാഫ്റ്റൊക്കെ സർക്കുലർ ഷാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷൻ മതി, സർക്കുലർ ഷാഫ്റ്റിനെ മാത്രം മതി. പൈ ഡി റൈസ് ടു 4/32 ആണ്. ടോ ഡിവൈഡ് ബൈ ആർ. ആർ എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, d/2, ഡയമീറ്റർ ബൈ 2 ആണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് ജെ ആണ് കേട്ടോ. ജെ ഇസിക്കൽ ടു പൈ ഡി റൈസ് ടു 4/32 ആണ്, ടോ അല്ല. ദെൻ 2 ഇൻറ്റു ടോ ബൈ ഡി ഇൻറ്റു പൈ ഡി റൈസ് ടു 4/32. ദെൻ ടോർക്ക് ടി ഇസിക്കൽ ടു π/16. ഇവിടെ 2/32 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/16 ആവും. അപ്പോൾ π/16 ഇൻറ്റു ടോ ഡി ക്യൂബ്. ദെൻ ഇതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് എ ഹോളോ ഷാഫ്റ്റ്. അപ്പോൾ ഒരു ഹോളോ ഷാഫ്റ്റ് എടുക്കുക. ഹോളോ ഷാഫ്റ്റിൻ്റെ ഇൻറ്റേർണൽ ഡയാമീറ്റർ DIയും പിന്നെ എക്സ്റ്റേണൽ ഡയാമീറ്റർ DO. വീണ്ടും നമുക്ക് ടോർഷൻ ഇക്വേഷൻ എടുക്കുക. ടി ബൈ ജെ ഇസിക്കൽ ടു ടോ ബൈ ആർ. ദെൻ ഫോർ എ ഹോളോ ഷാഫ്റ്റ് ജെ ഇസിക്കൽ ടു, ഹോളോ ഷാഫ്റ്റിൻ്റെ കേസിൽ നമുക്ക് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ജെ ഇസിക്കൽ ടു π/32 ഇൻറ്റു DO റൈസ് ടു 4 മൈനസ് DI റൈസ് ടു 4 ആണ്. ദെൻ ടി ഇസിക്കൽ ടു ടോ ബൈ ആർ ഇൻറ്റു ജെ. ഇവിടെ ആർ എന്ന് പറയുന്നത് d/2 ആണ് നമ്മൾ സോളിഡ് ഷാഫ്റ്റിൽ എടുത്തത്. പക്ഷേ ഇനി ഹോളോ ഷാഫ്റ്റിൽ വരുമ്പോൾ ആർ എന്ന് പറയുന്നത് DO/2 ആണ്, എക്സ്റ്റേണൽ ഡയാമീറ്റർ ഡിവൈഡ് ബൈ 2 ആണ്. അതോടെ കൊടുത്തിട്ടുണ്ട്. ആർ ഇസിക്കൽ DO/2. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോ ബൈ DO/2 ഇൻറ്റു π/32 ഇൻറ്റു DO റൈസ് ടു 4 മൈനസ് DI റൈസ് ടു 4. ഇത് സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോൾ സ്ട്രെങ്ത് ഓഫ് ഹോളോ ഷാഫ്റ്റ് ഓർ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ ഹോളോ ഷാഫ്റ്റ് ഈസ് ഇക്വൽ ടു π/16 ഇൻറ്റു ടോ ഇൻറ്റു DO റൈസ് ടു 4 മൈനസ് DI റൈസ് ടു 4/DO. അടുത്ത് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, എ സ്റ്റീൽ ഷാഫ്റ്റ് 8 cm diameter and 800 cm in length is to transmit certain twisting moment such that angle of twist is not to exceed 2.1 degree. Determine the values of twisting moment and maximum shear stress given. G is equal to 0.8 in 10 raised to 4 kN per centimeter square. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഡയാമീറ്റർ തന്നിട്ടുണ്ട് 8 cm, ലെങ്ത്ത് 800 cm, ദെൻ തീറ്റ ഇസിക്കൽ ടു 2.1 ഡിഗ്രി. ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തന്നിരിക്കുന്നത്. അതിന് നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 2.1 ഇൻറ്റു π/180. അപ്പോൾ 0.0367 റേഡിയൻ. അതുപോലെ ജി ഇസിക്കൽ ടു 0.8 ഇൻറ്റു 10 റൈസ് ടു 4 kN per centimeter square. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം, അത് ടോർക്ക് കണ്ടുപിടിക്കണം, പിന്നെ ഷിയർ സ്ട്രെസ്സും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത്
ഇപ്പോൾ ഇവിടെ ടി ഇതാണ് ടോർഷൻ ഇക്വേഷൻ. ടി ബൈ ജെ ഇസിക്കൽ ടു ബൈ ആർ ഇസിക്കൽ ടു ജി തീറ്റ ബൈ എൽ. ഇവിടെ ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടി ബൈ ജെ ഇസിക്കൽ ടു ജി തീറ്റ ബൈ എൽ എടുക്കാം. കാരണം ലെങ്ത്ത് അറിയാം, തീറ്റ അറിയാം, ജി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ടി ബൈ ജെ ഇസിക്കൽ ടു ജി തീറ്റ ബൈ എൽ എടുക്കുക. ദെൻ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് ടി ഇസിക്കൽ ടു ജി തീറ്റ ബൈ എൽ ഇൻറ്റു ജെ. ഇതിനകത്ത് ബാക്കിയുള്ള ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജെ കണ്ടുപിടിക്കാം. അപ്പോൾ ഐ ഡി റേസ് ടു 4/32 ആണ്. അപ്പോൾ ജിയുടെ വാല്യൂ ദെൻ തീറ്റ ഡിവൈഡ് ബൈ ലെങ്ത്ത് 100 800 ദെൻ പൈ ഇൻറ്റു പൈ ഡി റേസ് ടു 4 പൈ ഇൻറ്റു 8 റേസ് ടു 4/32 ഇറ്റ് ഈക്വൽ ടു 147.58 കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ. അതായത് കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ ആണ് നമുക്കിവിടെ ടോർക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ കിലോ ന്യൂട്ടൺ വരാൻ കാരണം നമ്മുടെ ഇവിടെ ജിയുടെ വാല്യൂ കിലോ ന്യൂട്ടണിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ലെങ്ത്തിൻ്റെ യൂണിറ്റുകളൊക്കെ സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ടോർക്ക് 147.58 കിലോ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോർക്കാണ്. ഇവിടെ ടോർക്കല്ല, ഷിയർ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ടോ. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അടുത്ത് ടോർഷൻ ഇക്വേഷനിൽ ടി ബൈ ജെ ഇസിക്കൽ ടു ടോ ബൈ ആർ എന്നുള്ള ടേം യൂസ് ചെയ്യാം. അപ്പോൾ ടി ബൈ ജെ ഇസിക്കൽ ടു ടോ ബൈ ആർ. ടി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതാണ്, ജെ അറിയാം. ഇനി ആർ റേഡിയസ് അറിയാം. റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഡയാമീറ്ററിൻ്റെ പകുതി 4 ആയിരിക്കും. അപ്പോൾ ടോ ഇസിക്കൽ ടു എന്താണ്? ടി ബൈ ജെ ഇൻറ്റു ആർ. ടിയുടെ വാല്യൂ ജെ എന്ന് പറയുന്നത് പൈ ഡി റേസ് ടു 4/32 ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഡയമീറ്റർ ബൈ 2 8/2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.47 കിലോ ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ടോർക്ക് കിട്ടിയത്. അടുത്ത പ്രോബ്ലം, ഡിറ്റർമിൻ ദ മാക്സിമം പവർ ട്രാൻസ്മിറ്റഡ് അറ്റ് 270 RPM by a mild steel hollow shaft of 40 mm internal diameter and 5 mm thick if the allowable stress is 75 MPa and the angle of twist is not to exceed 1 degree in a length of 1.8 meter. Assume G is equal to 80 MPa for the shaft. ഇവിടെ കണ്ടുപിടിക്കുന്നത് ഡിറ്റർമിൻ ദ മാക്സിമം പവർ ട്രാൻസ്മിറ്റഡ് അറ്റ് 270 RPM. RPM തന്നിട്ടുണ്ട്, അതായത് സ്പീഡ്, അതിൻ്റെ റൊട്ടേഷണൽ സ്പീഡാണ് RPM എന്ന് പറയുന്നത്. 270 revolutions per minute by a mild steel hollow shaft of 40 mm internal diameter and അപ്പോൾ ഇൻറ്റേർണൽ ഡയാമീറ്റർ ആണ് 40 mm DI. പിന്നെ തിക്നെസ് ആണ് തന്നിരിക്കുന്നത്. തിക്നെസ് എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ ഡയാമീറ്ററിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡിലും 5 mm രണ്ട് സൈഡിലും പോയാലാണ് ഡയാമീറ്റർ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും 5 mm കൂടിയാലാണ് അതിൻ്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ ഉള്ളത്. അപ്പോൾ 10 ആഡ് ചെയ്യണം. 40 + 10 ആയിരിക്കും, അതായത് 50 mm ആയിരിക്കും എക്സ്റ്റേണൽ ഡയമീറ്റർ DO. ഇഫ് ദ അലോവബിൾ സ്ട്രെസ് ഈസ് 75 MPa. 75 MPa ആണ് അതിനകത്ത് അതിനുള്ള അലോവബിൾ സ്ട്രെസ്. അത് ഷിയർ സ്ട്രെസ് ടോ എന്ന് പറയുന്നത് 75 MPa ആണ്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ക്വസ്റ്റ്യൻസിന് ഡാറ്റ വായിക്കും. ട്വിസ്റ്റ് തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രിയാണ്. ലെങ്ത് ഓഫ് ഷാഫ്റ്റ് 1.8 മീറ്ററാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ നോക്കാം. N. അപ്പോൾ നമ്മൾ പവർ ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ് എന്നുള്ള ഇക്വേഷൻ ടി ഒമേഗ, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ടി ഒമേഗ അല്ലെങ്കിൽ 2πNT/60. ഇപ്പോൾ ഇൻറ്റേർണൽ ഡയാമീറ്റർ DI എന്ന് പറയുന്നത് 40 mm, തിക്നെസ് 5 mm ആണ്. ദെർഫോർ എക്സ്റ്റേണൽ ഡയാമീറ്റർ DO = 40 + 5 × 2 that is 50 mm. ടോ = ഷിയർ സ്ട്രെസ് 75 MPa. അപ്പോൾ 75 × 10⁻⁶ പാസ്കൽ. പാസ്കൽ എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. ഇനി തീറ്റ = 1 ഡിഗ്രിയാണ്. 1 ഡിഗ്രി നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തു. 1 × π/180. അപ്പോൾ 0.0175 റേഡിയൻ. അപ്പോൾ ലെങ്ത്ത് = 1.8 മീറ്ററാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മീറ്റർ തന്നെ ആക്കിയെടുത്തു. കാരണം എന്ന് വെച്ചാൽ പാസ്കൽ ഇവിടെ പാസ്കൽ ആക്കിയിട്ടുണ്ട്. ഈ പാസ്കൽ എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മില്ലിമീറ്റർ ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പാസ്കൽ മാറ്റണം, ന്യൂട്ടൺ മില്ലിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്കണം. അപ്പോൾ അത് നിങ്ങൾ യൂണിറ്റുകളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പാസ്കൽ എന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ മീറ്റർ ഉള്ളതുകൊണ്ട് ലെങ്ത്ത് മീറ്റർ തന്നെ എടുത്തു. പിന്നെ ജി എന്ന് പറയുന്നത് 80 GPa ആണ്. അപ്പോൾ ജിഗാ പാസ്കൽ എന്ന് പറയുന്നത് 10⁹ ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് പാസ്കലാക്കാം. 80 × 10⁹ പാസ്കൽ. ഇനി പവർ ട്രാൻസ്മിറ്ററിൻ്റെ ഇക്വേഷൻ P = 2π×Nt/60. ഇനി ഇവിടെ നമുക്ക് ഈ ടോർക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടോർഷൻ ഇക്വേഷൻ അറിയാം. T/J = τ/r = gθ/L. ഇപ്പോൾ ഇവിടെ നമ്മൾ T/J = τ/r വെച്ച് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ T/J = gθ/L വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടിലും കിട്ടുന്ന വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. ടോർക്കിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും രണ്ട് ഇത് വെച്ച് ചെയ്യുമ്പോൾ. കാരണം ഈ ഇക്വേഷനിൽ 3 ടേം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ടേം എടുക്കുക, അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം എടുത്തു കഴിഞ്ഞിട്ടും ഇക്വേറ്റ് ചെയ്ത് ടോർക്ക് കണ്ടുപിടിച്ചാൽ ആൻസർ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ അതിനകത്ത് ഏത് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മളെപ്പോഴും കോമൺ ചെയ്യുന്ന കേസ് എന്ന് വെച്ചാൽ T/J എന്നുള്ള കേസ് ആദ്യം കോമൺ ആയിട്ട് എടുക്കും. അത് = τ/r എടുക്കുക, അതൊരു കേസ്. T/J = gθ/L എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ കേസ്. ഈ 2 കേസിന് ഓരോ പേരുണ്ട്. അപ്പോൾ T/J = τ/r എന്നുള്ള ഈ 2 ഇക്വേഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഷിയർ സ്ട്രെസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഷിയർ സ്ട്രെസ് കൺസിഡറേഷൻ എന്ന് പറയും. ഷിയർ സ്ട്രെസ് കൺസിഡറേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ലിമിറ്റ് കേസ് എന്ന് പറയും. ഇനി T/J = gθ/L എന്നുള്ള ടേംസ്, ആ 2 ടേം മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കൺസിഡറേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ലിമിറ്റ് കേസ് എന്ന് പറയും. അങ്ങനെ 2 കേസിനാണ് ചെയ്തതിലും 2 കേസുകൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ ഫസ്റ്റ് കേസ് എടുത്തു കഴിയുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കൺസിഡറേഷൻ ആണ്. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കൺസിഡറേഷൻ എടുക്കുമ്പോൾ T/J = gθ/L. അപ്പോൾ ആംഗിൾ ഈ T/J എന്നുള്ള ഇക്വേഷൻ നമ്മൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് വരുന്ന ടേമായിട്ട് ഇക്വേറ്റ് ചെയ്യും ടോർഷൻ ഇക്വേഷനിൽ നിന്ന്. അപ്പോൾ T/J = gθ/L. അപ്പോൾ ഇവിടെ ഈ കേസ് ഇങ്ങനെ 2 കേസ് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ ടോർക്കും ആംഗിൾ ഓഫ് തീറ്റയും ആംഗിൾ ഓഫ് ട്വിസ്റ്റും രണ്ടും തരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ 2 കേസ് കൺസിഡർ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് കേസിനകത്ത് അങ്ങനെ ഉണ്ടായില്ല. ടോർക്ക് കണ്ടുപിടിക്കാൻ, ടോർക്കും ഷിയർ സ്ട്രെസ് രണ്ടും നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 ഇക്വേഷൻ വെച്ച് ചെയ്തത്. അപ്പോൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കൺസിഡറേഷൻ എടുക്കുമ്പോൾ T/J = നമ്മൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് വരുന്ന ടേമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ T/J = gθ/L. ദെൻ T = gθ/L × J. അപ്പോൾ അതിനകത്ത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹോളോ ഷാഫ്റ്റ് ആയതുകൊണ്ട് J എന്ന് പറയുന്നത് എന്തായിരിക്കും? π × d⁴ - di⁴/32 ആയിരിക്കും. ദെൻ ടോർക്ക് ഇതിനകത്ത് എല്ലാ വാല്യൂ G അറിയാം, തീറ്റ അറിയാം, റേഡിയൻ എല്ലാം. ദെൻ L 1.8 × Jയുടെ വാല്യൂ, J അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. അതിനകത്ത് di സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയ ടോർക്ക് എന്ന് പറയുന്നത് 281.76 ന്യൂട്ടൺ മീറ്ററാണ് ടോർക്ക് കിട്ടിയത്. ഇനി അടുത്ത കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് കൺസിഡറേഷനാണ്. അപ്പോൾ ഷിയർ സ്ട്രെസ് കൺസിഡറേഷൻ എടുക്കുമ്പോൾ T/J = ഷിയർ സ്ട്രെസ് വരുന്ന ടേമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ T/J = τ/r. ദാറ്റ് ഈസ് T = τ/r × J. ദാറ്റ് ഈസ് ടോ എന്ന് പറയുന്നത് 75 MPa. അപ്പോൾ 75 × 10⁶. R എന്ന് പറയുന്നത് 0.05. അതിന് ഔട്ടർ റേഡിയസ് ആണ്. അതിന് എക്സ്റ്റേണൽ ഡയാമീറ്റർ R എന്ന് പറയുന്നത് ഡയാമീറ്റർ ബൈ 2. അതായത് ഇവിടെ ഹോളോ ഷാഫ്റ്റ് ആയതുകൊണ്ട് എക്സ്റ്റേണൽ ഡയാമീറ്റർ / 2. അത് ഡയാമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. × J. അപ്പം J ഇവിടെ ചെയ്യുമ്പോൾ Jയുടെ വാല്യൂ, Jയിൽ ഡയമീറ്റേഴ്സൊക്കെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാലും നമുക്ക് കിട്ടുന്ന ഷിയർ സ്ട്രെസ് ടോർക്കിൻ്റെ വാല്യൂ 1086 ന്യൂട്ടൺ മീറ്ററാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൺസിഡറേഷൻ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കൺസിഡറേഷനിൽ നമുക്ക് കിട്ടിയ ടോർക്ക് 281.76. ദെൻ ഷിയർ സ്ട്രെസ് കൺസിഡറേഷനിൽ കിട്ടിയ ടോർക്ക് 1086.8 ന്യൂട്ടൺ മീറ്ററാണ്. അപ്പോൾ ഇതിലാണ് കൂടുതൽ. ഷിയർ സ്ട്രെസ് കൺസിഡറേഷൻ എടുക്കുമ്പോൾ ടോർക്കാണ് കൂടുതൽ കിട്ടിയത്, മാക്സിമം വാല്യൂ. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൺസിഡർ ദ സ്മോളർ വാല്യൂ ഓഫ് ടോർക്ക് ഫോർ സേഫ് വർക്കിംഗ്. അപ്പോൾ സേഫായിട്ട് വർക്ക് ചെയ്യുന്നതിന് നമ്മൾ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ടോർക്കാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ സ്മോളസ്റ്റ് വാല്യൂ സെലക്ട് ചെയ്തു. ദർഫോർ ടോർക്ക് T = 281.76 ന്യൂട്ടൺ മീറ്റർ.
അപ്പോൾ ഇത് വേണം, ഈ ടോർക്ക് വേണം നമുക്ക് ഇനി പവർ കണ്ടുപിടിക്കാനായിട്ട്. പവർ അതിൻ്റെ ഇക്വേഷനിൽ ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതിന് മാക്സിമം പവർ ട്രാൻസ്മിറ്റഡ് പി ഇസ് ഈക്വൽ ടു 2π×T/60, ദാറ്റ് ഈസ് 2π ഇൻറ്റു എൻ എന്ന് പറയുന്നത് 270 RPM ഇൻറ്റു 281.76 ടോർക്ക് ഡിവൈഡ് ബൈ 60. അപ്പോൾ പവർ 7966.6 വാട്ട്സ്, ദാറ്റ് ഈസ് പി ഇസ് ഈക്വൽ ടു 7.9 kW. നമ്മുടെ അടുത്ത പ്രോബ്ലം, എ ഹോളോ സ്റ്റീൽ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ്സ് 200 kW of power at 180 RPM. The total angle of twist in a length of 5 meter of the shaft is 3 degree. Find the inner and outer diameters of the shaft if the permissible shear stress is 60 MPa. Take G is equal to 80 MPa. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് പവർ തന്നിട്ടുണ്ട് 200 kW, 200 × 10⁻³ വാട്ട്, എൻ സ്പീഡ് 180 RPM, ലെങ്ത്ത് 5 മീറ്ററാണ്, ദെൻ തീറ്റ സികൾ 3 ഡിഗ്രിയാണ്, ദെൻ 3 × π/180 റേഡിയൻസ്, അപ്പോൾ 0.0524 റേഡിയൻ, ദെൻ ടോ ഇസ് ഈക്വൽ ടു 60 MPa, അപ്പോൾ 60 × 10⁻⁶ പാസ്കൽ, ദെൻ ജി ഇസ് ഈക്വൽ ടു 80 GPa ആണ്, ദെൻ 80 × 10⁹ പാസ്കൽ. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം, പി ഇസ് ഈക്വൽ ടു 2π×T/60 എന്നറിയാം. അപ്പോൾ ഇതിനകത്ത് പവർ തന്നിട്ടുണ്ട്, ടോർക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം നമുക്ക്. അപ്പോൾ ടോർക്ക് ടി ഇസ് ഈക്വൽ ടു 10610.33 ന്യൂട്ടൺ മീറ്ററാണ്. ഇനി ടോർഷൻ ഇക്വേഷൻ എടുക്കുക, T/J ഇസ് ഈക്വൽ ടു τ/R ഈക്വൽ ടു G⁻⁴. ഇതിൽ ഷിയർ സ്ട്രെസ് കൺസിഡറേഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് T/J ഇസ് ഈക്വൽ ടു τ/R എടുക്കുക. ആ ഇക്വേഷനിൽ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ ഇവിടെ ഹോളോ ഷാഫ്റ്റ് ആയതുകൊണ്ട് ജെ എന്ന് പറയുന്നത് π/d⁴ - di⁴ ഡിവൈഡ് ബൈ 32 ആയിരിക്കും. അപ്പോൾ ഇവിടെ ടോർക്കിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ ജെ ഇസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്നത് DO/2 ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം, ഇങ്ങനെ കിട്ടും. ഇനി ഇതിനകത്ത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ DO⁴ - di⁴ ഈസ് ഈക്വൽ ടു 9 × 10⁻⁴ DO എന്ന് കിട്ടും. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് DOയും DI ആണ്. ഈ ഇക്വേഷന് നമ്പർ 1 കൊടുക്കാം. ഇനി അടുത്ത ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കൺസിഡറേഷൻ എടുക്കാം. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കൺസിഡറേഷൻ എടുക്കുമ്പോൾ T/J ഇസ് ഈക്വൽ ടു G⁻⁴. അപ്പോൾ ടോർക്ക് കൊടുക്കുക, ലെഫ്റ്റ് സൈഡൊക്കെ നേരത്തെ കൊടുത്തത് സെയിം തന്നെയാണ്. ടോർക്ക് ഡിവൈഡ് ബൈ ജെ ഇസ് ഈക്വൽ ടു ജി അറിയാം, തീറ്റ, ദെൻ എൽ എന്ന് പറഞ്ഞ 5 മീറ്റർ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ DO⁴ - di⁴ ഈസ് ഈക്വൽ ടു 1.29 × 10⁻⁴ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. അപ്പോൾ DO⁴ ഈസ് ഈക്വൽ ടു di⁴ ഈക്വൽ ടു ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ വാല്യൂ DO⁴ - di⁴ പകരം ഇക്വേഷൻ 2ൽ നിന്ന് 1.29 × 10⁻⁴ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് 2 ഇൻ ഇക്വേഷൻ 1, അപ്പോൾ 1.29 × 10⁻⁴ ഈസ് ഈക്വൽ ടു 9 × 10⁻⁴ DO. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ DO കിട്ടും. DO എന്ന് പറയുന്നത് 0.143 മീറ്റർ, ഓർ DO എക്സ്റ്റേണൽ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 143 mm ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ഡയമീറ്റർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് DO⁴ - di⁴ ഈസ് ഈക്വൽ ടു 1.29 × 10⁻⁴. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ DOക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 143 mm. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ DIയുടെ വാല്യൂ 0.13038 മീറ്റർ, മില്ലിമീറ്ററിലാണെങ്കിൽ 130.38 mm കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്പയർ ദ വെയ്റ്റ് ഓഫ് എ സോളിഡ് ഷാഫ്റ്റ് വിത്ത് ദാറ്റ് ഓഫ് എ ഹോളോ ഷാഫ്റ്റ് ഹാവിംഗ് ദ സെയിം ലെങ്ത് to transmit a given power at a given speed. If the material used for both the shaft is same,
take the inside diameter of the hollow shaft is 0. hollow shaft as 0.6 times the outer diameter. ഇവിടെ തന്നിരിക്കുന്നത് ഒരു കമ്പയർ ദ വെയിറ്റ് ഓഫ് എ സോളിഡ് ഷാഫ്റ്റ് വിത്ത് ദാറ്റ് ഓഫ് എ ഹോളോ ഷാഫ്റ്റ്. അപ്പോൾ രണ്ട് ഷാഫ്റ്റ് ഉണ്ട്, ഒന്ന് ഹോളോയും മറ്റൊന്ന് സോളിഡ് ഷാഫ്റ്റാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും വെയിറ്റ് നിങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ, രണ്ടിൻ്റെയും വെയിറ്റിൻ്റെ റേഷ്യോ എടുക്കുക, അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സോളിഡ് ഷാഫ്റ്റ് ആൻഡ് ഹോളോ ഷാഫ്റ്റ് ആർ മെയ്ഡ് ഓഫ് സെയിം മെറ്റീരിയൽ. അപ്പോൾ രണ്ട് ഷാഫ്റ്റും സെയിം മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ലെങ്ത്ത് സെയിം ആണ്. പിന്നെ തന്നിരിക്കുന്നത് ഫോർ ഹോളോ ഷാഫ്റ്റിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.6 ടൈംസ് ഔട്ടർ ഡയമീറ്റർ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നത് അതിനകത്ത് ടോർഷൻ ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ടോർഷൻ ഇക്വേഷൻ T/J = τ/r = g⁻L. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ T/J അത് ഷിയർ സ്ട്രെസ് കൺസിഡറേഷൻ എടുക്കുക. T/J = τ/r എടുക്കുക. അതിൽ നിന്ന് ടോർക്ക് τ/r × J കൊടുക്കുക. ഇനി R എന്ന് പറയുന്നത് D/2 ആണ്. അപ്പോൾ T = 2 × τ/d × J ആണ്. അപ്പോൾ സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിൽ വരുമ്പോൾ 2 × τ/d × πd⁴/32 or T = π/16 × d³ × τ. അത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക, അതായത് സോളിഡ് ഷാഫ്റ്റിന്. അതുപോലെ തന്നെ ഹോളോ ഷാഫ്റ്റിന് നമ്മൾ ഷിയർ സ്ട്രെസ് കൺസിഡറേഷനിൽ ഇക്വേഷൻ എടുക്കുക, T/J = τ/r എടുക്കുക. അങ്ങനെയാണെങ്കിൽ T = τ/r × J. അപ്പോൾ ഇവിടെ R എന്ന് പറയുന്നത് ഹോളോ ഷാഫ്റ്റിൻ്റെ കേസിൽ DO/2 ആണ്, ഇവിടെ DO/2 ആണ്. അപ്പോൾ 2τ/DO × J. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ J എന്ന് പറയുന്നത് π × DO⁴ - DI⁴/32. ഹോളോ ഷാഫ്റ്റിൻ്റെ കേസിൽ DI എന്ന് പറയുന്നത് എന്നാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.6 × DO എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ DIക്ക് പകരം 0.6 DO സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ DI⁴ പകരം 0.6 DO⁴ വരും, /DO × τ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് T = π/16 × 0.8704 d³ × τ എന്ന് കിട്ടും, ഇക്വേഷൻ നമ്പർ 2. ടോർക്ക് രണ്ട് ഷാഫ്റ്റിലെയും ടോർക്ക് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഷാഫ്റ്റിലെയും ടോർക്ക് സെയിം ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ π/16 × d³ × τ = ഇപ്പോൾ ഇതിനകത്ത് ടോ എന്ന് പറയുന്നത് രണ്ടിലും സെയിം ആണ്, ഷിയർ സ്ട്രെസ് ആയത്. അപ്പോൾ ഷിയർ സ്ട്രെസ് ക്യാൻസൽ ചെയ്ത് പോകും, പിന്നെ π/16 എന്നുള്ള ക്യാൻസൽ ചെയ്യാം. ദെൻ d³ = 0.8704 d³ എന്ന് കിട്ടും. അപ്പോൾ d³ / DO³ = 0.8704. ദാറ്റ് ഈസ് ഇതിൽ നിന്ന് d/DO = 0 cube root of 0.8704, ദാറ്റ് ഈസ് 0.9548 കിട്ടും. അപ്പോൾ d/DO എന്നുള്ളത് d/DO = അപ്പോൾ സോളിഡ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഔട്ടർ ഡയമീറ്റർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് ഹോളോ ഷാഫ്റ്റ് = 0.9548 എന്ന് കിട്ടും. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നമ്മൾ റേഷ്യോ ഓഫ് വെയിറ്റ്. അപ്പോൾ വെയിറ്റ് ഓഫ് സോളിഡ് ഷാഫ്റ്റ്, വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അവിടെ മാസ്സാണ്. നമുക്ക് ഡെൻസിറ്റി അറിയുന്നത് റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം. ദെൻ മാസ് = ഡെൻസിറ്റി × വോളിയം. അപ്പോൾ വെയിറ്റ് ഓഫ് സോളിഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് റോ × V. അപ്പോൾ റോ × വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ഷാഫ്റ്റ് × ലെങ്ത് ആണ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സോളിഡ് ഷാഫ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഏരിയ AS. അപ്പോൾ ഏരിയ ഓഫ് സോളിഡ് ഷാഫ്റ്റ് AS × ലെങ്ത് ഓഫ് ഷാഫ്റ്റ്. അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് ഹോളോ ഷാഫ്റ്റ് എന്ന് പറയുന്നത് റോ × AH × L. AH എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഹോളോ ഷാഫ്റ്റ്. ഇനി ഇവിടെ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് റോ രണ്ടിനും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ സോളിഡ് ഷാഫ്റ്റിൻ്റെ
വെയിറ്റ് എന്ന് പറയുന്നത് റോ ഇൻറ്റു എ എസ് ഇൻറ്റു എൽ. അതുപോലെ ഹോളോ ഷാഫ്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് റോ ഇൻറ്റു എ എച്ച് ഇൻറ്റു എൽ. ഇനി റേഷ്യോ ഓഫ് വെയ്റ്റ്സ് എന്ന് പറയുന്നത് സോളിഡ് ഷാഫ്റ്റിൻ്റെ വെയിറ്റ് ഡിവൈഡ് ബൈ ഹോളോ ഷാഫ്റ്റിൻ്റെ വെയിറ്റ്. അപ്പോൾ രണ്ട് ഷാഫ്റ്റും സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് എന്താണ് റോ രണ്ടിൻ്റെയും സെയിം ആയിരിക്കും, ഡെൻസിറ്റി സെയിം ആയിരിക്കും, പിന്നെ രണ്ടിൻ്റെയും ലെങ്ത്ത് ഈക്വലാണ്. അപ്പോൾ രണ്ടിൻ്റെ ലെങ്ത്ത് സെയിം ആണ്, എൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ റേഷ്യോ ഓഫ് വെയ്റ്റ്സ് എന്ന് പറയുന്നത് എ എസ് ബൈ എ എച്ച്, ഏരിയ ഓഫ് സോളിഡ് ഷാഫ്റ്റ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ഹോളോ ഷാഫ്റ്റ് ആയിരിക്കും. അപ്പോൾ റേഷ്യോ ഓഫ് വെയ്റ്റ്സ് ഈസിക്കൽ റേഷ്യോ ഓഫ് ഏരിയാസ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ റേഷ്യോ ഓഫ് വെയ്റ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് റേഷ്യോ ഓഫ് ഏരിയാസ് എടുത്താൽ മതി. അപ്പോൾ ഏരിയ ഓഫ് സോളിഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് π/4 ഇൻറ്റു ഡി സ്ക്വയർ ആണ്. അതുപോലെ ഏരിയ ഓഫ് ഹോളോ ഷാഫ്റ്റ് എന്ന് പറയുന്നത് π/4 ഇൻറ്റു ഡി ഒ സ്ക്വയർ മൈനസ് ഡി ഐ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് π/4 ഇൻറ്റു ഡി ഒ സ്ക്വയർ മൈനസ് ഡി ഐ എന്ന് പറയുന്നത് 0.6 ഡി ഒ ആണ്. അപ്പോൾ ഡി ഐ സ്ക്വയർ എന്ന് പറയുന്നത് 0.6 ഇൻറ്റു ഡി ഒ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ π/4 ഇൻറ്റു 0.64 ഡി ഒ സ്ക്വയർ കിട്ടും എ എച്ച്. ദെൻ എ എസ് ബൈ എ എച്ച് എന്ന് പറയുന്നത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ π/4 പോകും, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 0.64 ഡി ഒ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതിന് 1/0.64 ഇൻറ്റു ഡി ബൈ ഡി ഒ ഹോൾ സ്ക്വയർ എന്നിടാം. അപ്പോൾ ഡി ബൈ ഡി ഒ എന്നുള്ള ടേം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഡി ബൈ ഡി ഒ എന്ന് പറയുന്നത്? ഡി ബൈ ഡി ഒ എന്ന് പറയുന്നത് 0.9548 ആണ്. അത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 1 ഡിവൈഡ് ബൈ 0.64 ഇൻറ്റു 0.9548 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എ എസ് ബൈ എ എച്ച് ഇസ് ഈക്വൽ ടു 1.424. അപ്പോൾ റേഷ്യോ ഓഫ് വെയ്റ്റ്സ് ഇസ് ഈക്വൽ ടു 1.424. അപ്പോൾ ദാറ്റ് മീൻസ് സോളിഡ് ഷാഫ്റ്റ് ഈസ് 42.4% ഹെവിയർ ദാൻ ഹോളോ ഷാഫ്റ്റ്. അപ്പോൾ ഇവിടെ വെയ്റ്റ് ഓഫ് സോളിഡ് ഷാഫ്റ്റ് ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് ഹോളോ ഷാഫ്റ്റ് ആണ് നമുക്ക് 1.424 കിട്ടിയത്. അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ 1 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ എന്താണ് രണ്ടും ഈക്വൽ വെയിറ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കൂടുതൽ 1ൽ കൂടുതൽ വന്നതുകൊണ്ട് എന്താണ് സോളിഡ് ഷാഫ്റ്റിൻ്റെ വെയിറ്റ് കൂടുതലാണ്. എത്ര കൂടുതലായിരിക്കും? 42 പോയിൻറ്റ്, ആ ഡെസിമൽ കഴിഞ്ഞെടുക്കുന്ന ടേം എത്രയാണ് നോക്കാം. 0.424 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 42.4% ഹെവിയർ ദാൻ ഹോളോ ഷാഫ്റ്റ് ആണ് എന്നാണ് സോളിഡ് ഷാഫ്റ്റ്. ഓക്കെ.